ഹായ് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരുമിച്ച് ഇന്ത്യയിലൂടെ ഒരു അടിപൊളി യാത്ര പോയാലോ? നമ്മുടെ രാജ്യത്തെക്കുറിച്ചും അതിലെ മനുഷ്യരെക്കുറിച്ചും നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന നിയമങ്ങളെക്കുറിച്ചുമൊക്കെ ചില രസകരമായ കാര്യങ്ങൾ പഠിക്കാൻ റെഡിയല്ലേ? അപ്പോ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇന്ത്യയുടെ ഈ വിശാലവും മനോഹരവുമായ തീരപ്രദേശങ്ങളിൽ നിന്ന്. ഈ ഭൂപടം ഒന്ന് നോക്കിക്കേ. നമ്മുടെ രാജ്യത്തിന് എത്ര നീളമുള്ള ഒരു തീരപ്രദേശമുണ്ടെന്ന് കണ്ടോ? ഇനി നമുക്ക് നേരെ ഭൂപടത്തിന്റെ കിഴക്ക് ഭാഗത്തേക്ക് പോകാം. അതായത് ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ആ ഭാഗമില്ലേ, അതിന്റെ തെക്കേ അറ്റത്തിന് ഒരു പ്രത്യേക പേരുണ്ട്, കേട്ടിട്ടുണ്ടോ? കോറമാൻഡൽ തീരം. ഇനി എപ്പോഴെങ്കിലും ഭൂപടം കാണുമ്പോൾ ഈ പേരോർമ്മ വരുമല്ലോ, അല്ലേ? ഓക്കെ, തീരത്ത് നിന്നൊക്കെ നമ്മൾ പതിയെ രാജ്യത്തിന്റെ ഉള്ളിലേക്ക് വരുവാണ്. അപ്പൊ നമ്മൾ എന്താ കാണുന്നത്? നിറയെ കാടുകൾ. പക്ഷേ ഈ കാടുകളൊക്കെ എന്തിനാണ്? എന്തുകൊണ്ടാണവ ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? അതിനൊരു സിമ്പിൾ കാരണമുണ്ട്. ഈ വനങ്ങളിലെ മരങ്ങളില്ലേ, അതിന്റെ വേരുകൾ ഒരു പശ പോലെ മണ്ണിനെ അങ്ങ് മുറുക്കി പിടിച്ചേക്കുവാണ്. അതുകൊണ്ട് എത്ര വലിയ മഴ വന്നാലും കാറ്റടിച്ചാലും മണ്ണൊലിച്ചു പോവില്ല. ഇതിനെയാണ് നമ്മൾ മണ്ണൊലിപ്പ് തടയുക എന്ന് പറയുന്നത്. ദാ ഈ രണ്ട് ചിത്രങ്ങളിലേക്കൊന്ന് നോക്കിക്കേ. ആ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. ഇടതുവശത്ത് നല്ല പച്ചപ്പുള്ള മരങ്ങൾ നിറഞ്ഞൊരു സ്ഥലം, അവിടെ മണ്ണ് സേഫാണ്. ഇനി വലതുവശത്തേക്ക് നോക്കിയേ, മരങ്ങളില്ലാത്തതുകൊണ്ട് ആ കുന്നിലെ മണ്ണ് മുഴുവൻ ഒലിച്ചുപോയിരിക്കുന്നു. കണ്ടില്ലേ, ഇതാണ് സംഭവിക്കുന്നത്. അപ്പോ ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. നമ്മുടെ ജീവശ്വാസം പോലെയുള്ള ഈ കാടുകളെ നമുക്കെങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? ഇതിന് വളരെ സിമ്പിളും എന്നാൽ ഭയങ്കര പവർഫുള്ളുമായൊരു മറുപടിയുണ്ട്. അതെ, സത്യമാണ്. നിങ്ങൾ കേട്ടത് ശരിയാണ്. മരങ്ങൾ വെട്ടാൻ വേണ്ടി ആൾക്കാർ വന്നപ്പോ ഒരു കൂട്ടം ഗ്രാമീണർ എന്തു ചെയ്തെന്നോ? ഓരോ മരത്തിനെയും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു നിന്നു. എങ്ങനെയുണ്ട് ഐഡിയ? ശരിക്കും ഒരു രക്ഷയുമില്ലാത്ത പ്രതിഷേധം, അല്ലേ? ഇങ്ങനെയുള്ള ഈ ഒരു കിടിലൻ പ്രതിഷേധത്തിന് ഒരു പേരുണ്ടായിരുന്നു, ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഒട്ടിച്ചേരുക അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇതിന് നേതൃത്വം കൊടുത്തതാരാണെന്നോ? പ്രശസ്തനായ പരിസ്ഥിതി പ്രവർത്തകൻ സുന്ദർലാൽ ബഹുഗുണ. അപ്പോ വനങ്ങളെ സംരക്ഷിക്കാൻ ചിപ്കോ പ്രസ്ഥാനം പോലെയുള്ള ജനകീയ മുന്നേറ്റങ്ങളുണ്ടായി, ശരിയാണ്. പക്ഷെ നമ്മുടെ വലിയ രാജ്യത്തെ, ഇവിടത്തെ ഭൂമിയെയും ആളുകളെയുമൊക്കെ ഒരുപോലെ സംരക്ഷിക്കാൻ ഒരു പൊതുവായ നിയമം വേണ്ടേ? രാജ്യത്തുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ആ നിയമങ്ങളൊക്കെ ആരാണുണ്ടാക്കുന്നത്? അതിനുള്ള ഉത്തരമാണ് ഈ കാണുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ നിയമപുസ്തകം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. രാജ്യത്തുള്ള ബാക്കി എല്ലാ നിയമങ്ങളും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തർക്കും, അതായത് ഇന്ത്യയിലെ ഓരോ പൗരനും എന്ത് അവകാശങ്ങളുണ്ട്, അതുപോലെ എന്തൊക്കെ കടമകളുണ്ട് എന്ന് കൃത്യമായി പറയുന്ന ഒരു പുസ്തകമാണിത്. നമ്മുടെ രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ചട്ടക്കൂട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും മഹത്തായ ഒരു നിയമപുസ്തകം തയ്യാറാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആയിരുന്നു. അപ്പോ ഭരണഘടന നമുക്കൊരുപാട് അവകാശങ്ങൾ തരുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഇവയാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ? ഇത് നോക്കൂ. നമ്മുടെ ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക. ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമകളിലൊന്നാണ്. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും കാണിക്കാനുള്ളൊരു വഴി കൂടിയാണിത്. ഓക്കെ, രാജ്യത്തിന്റെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് നമ്മുടെ തൊട്ടടുത്തേക്ക് വരാം, നമ്മുടെ വീടിന്റെ അടുത്തേക്ക്. നമുക്ക് കുടിക്കാൻ നല്ല വെള്ളം കിട്ടുന്നുണ്ടോ? കുട്ടികൾക്ക് പഠിക്കാൻ നല്ല സ്കൂളുകളുണ്ടോ? നമ്മുടെ റോഡുകളൊക്കെ വൃത്തിയുണ്ടോ? ഇതൊക്കെ ആരാണ് നമുക്ക് വേണ്ടി ഉറപ്പുവരുത്തുന്നത്? അതിന്റെ ഉത്തരമാണ് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ. പേരുകേട്ട് പേടിക്കണ്ട, നമ്മുടെയൊക്കെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയൊക്കെ തന്നെ. ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, വെള്ളം തരുന്നത് തൊട്ട് വേസ്റ്റ് കൊണ്ടുപോകുന്നത്, റോഡ് പണിയുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ അവർ നമുക്ക് വേണ്ടി എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. അവരുടെ ഒരുപാട് ജോലികളിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്ന രണ്ടെണ്ണം ഇതാണ്. ഒന്ന്, നമ്മുടെയൊക്കെ വീടുകളിൽ ശുദ്ധമായ കുടിവെള്ളം എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. രണ്ട്, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സ്കൂളുകൾ ഉണ്ടാക്കുകയും അത് നല്ല രീതിയിൽ നടത്തുകയും ചെയ്യുക. ഇനിയൊരു അടിപൊളി ഫാക്ട് കേട്ടോളൂ. 1688. എന്താ ഈ വർഷത്തിന്റെ പ്രത്യേകത എന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും പഴയ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിച്ചത് ഈ വർഷമാണ്. എവിടെയാണെന്നോ? ചെന്നൈയില്. ശരിക്കും പറഞ്ഞാല് ലണ്ടൻ കഴിഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ രണ്ടാമത്തെ കോർപ്പറേഷനാണിത്. അങ്ങനെ നമ്മള്
കടൽ തീരത്ത് നിന്ന് തുടങ്ങി കാടുകളിലൂടെയും രാജ്യത്തിന്റെ നിയമങ്ങളിലൂടെയുമൊക്കെ സഞ്ചരിച്ച് അവസാനം നമ്മുടെ വീടിന്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു. അപ്പോ നമ്മുടെ ഈ യാത്രയുടെ അവസാനം നിങ്ങൾക്കുള്ള ഒരു ചോദ്യം ഇതാണ്: ഈ വലിയ രാജ്യത്തിലെ ഒരു നല്ല പൗരനാവാൻ, നിങ്ങളുടെ ചുറ്റുമുള്ള സമൂഹത്തെ സഹായിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം അതെന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂട്ടോ.